മമ്മൂട്ടിയുടെ നായികയാവാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മലയാള നടിയുണ്ടോ? മലയാള നടിമാർ മാത്രമല്ല, അന്യഭാഷാ നടിമാരും ബോളിവുഡ് നടിമാരും ഒക്കെ മമ്മൂട്ടിയുടെ നായികയാവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് ബോളിവുഡ് നടിമാർ ഇതിനോടകം തന്നെ മമ്മൂട്ടിയുടെ നായികമാരായിട്ടുണ്ട്. ലോകസുന്ദരിയായ സാക്ഷാൽ ഐശ്വര്യ റായ് മമ്മൂട്ടിയുടെ നായികയായിട്ടുണ്ട്. കണ്ടുകൊണ്ടേൻ എന്ന തമിഴ് സിനിമയിൽ. അതുപോലെ തന്നെ ജൂഹി ചൗള ഹരികൃഷ്ണൻസിൽ, അതുപോലെ തന്നെ കത്രീന കൈഫ് ബൽറാം വയസ് താരാദാസ് എന്ന സിനിമയിൽ, അതുപോലെ തന്നെ നമ്രത ശിരോദ്കർ, പൂജ ബത്ര, പ്രയാഗിൽ എന്നിങ്ങനെയുള്ള നിരവധി ബോളിവുഡ് നടിമാർ ഇതിനോടകം തന്നെ മമ്മൂട്ടിയുടെ നായകന്മാരായിട്ടുണ്ട്. അപ്പോൾ ഈയിടെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ബോളിവുഡ് നടി, നാഷണൽ അവാർഡ് വരെ നേടിയിട്ടുള്ള ഒരു ബോളിവുഡ് നടി മമ്മൂട്ടിയുടെ നായിക ആവാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. മമ്മൂട്ടിയുടെ കാതൽ ദിക്കോർ എന്ന സിനിമയെപ്പറ്റി പരാമർശിക്കുന്ന നിലയിലാണ് ഈ നടി ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതായത് കാതൽ ദിക്കോർ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ അവർ ഒരുപാട് വാഴ്ത്തുകയുണ്ടായി. ആ സിനിമ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് ആ സിനിമയിൽ അഭിനയിക്കാൻ മമ്മൂക്ക കാണിച്ച ആ ഒരു ധൈര്യത്തെ അവർ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ആ സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായിട്ടുള്ള ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ജ്യോതികയ്ക്ക് അവസരം ലഭിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ നടി കാണുന്നത്. അപ്പോൾ ഈ നടി മറ്റാരുമല്ല, മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിക്കേണ്ടിയിരുന്ന മോഹൻലാലിൻ്റെ നായികയായിട്ട് കമൽ സംവിധാനം ചെയ്യുന്ന ചക്രം എന്ന സിനിമയിൽ നായികയാവേണ്ടിയിരുന്ന ഒരു നടിയാണ്. പിന്നീട് ബോളിവുഡിലെത്തുകയും ബോളിവുഡിൽ താരറാണിയായി മാറുകയും പിന്നീട് നാഷണൽ അവാർഡ് വരെ നേടുകയും ചെയ്തിട്ടുള്ള സാക്ഷാൽ വിദ്യാബാലനാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. അപ്പോൾ ജ്യോതികയ്ക്ക് ലഭിച്ചത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം അത്രയ്ക്ക് ശക്തമായൊരു കഥാപാത്രമായിരുന്നു കാതൽ ദിക്കോർ എന്ന സിനിമയിലെ ഓമന എന്ന കഥാപാത്രം. എന്നാൽ ആ ഒരു സിനിമയിൽ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തമിഴ് നടിയുടെ ആവശ്യമുണ്ടായിരുന്നു. നമ്മളെ മലയാളത്തിൽ തന്നെ നിരവധി നടിമാർ ശക്തമായ അത്തരം കഥാപാത്രങ്ങളെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നടിമാരുണ്ട്. പക്ഷേ അവരെ ഒന്നും പരിഗണിക്കാതെ ഒരു തമിഴ് നടിയാണ് എടുത്തത്. എന്ന് വെച്ചാൽ നമ്മളെ മലയാള നടിമാർ ഒട്ടും മോശമല്ല. കാരണം കഴിഞ്ഞ വർഷം റിലീസായ ചില സിനിമകളിലെ നായികമാരുടെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് യുവനടിമാർ അല്ലെങ്കിൽ വളർന്നു വരുന്ന നായികമാർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ചില നടിമാരുടെ പ്രകടനത്തെ പറ്റിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2023 റിലീസായ സിനിമകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള നടിമാരുടെ പെർഫോമൻസിനെ പറ്റിയാണ്. ഈ നടിമാരിൽ ആരായിരിക്കും 54ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടുക? മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടാൻ സാധ്യതയുള്ള 5 നടിമാരെ കുറിച്ചാണ് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത നടിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നടിമാരുടെ പേര് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഈ ലിസ്റ്റിലുള്ളവരിൽ ആർക്കായിരിക്കും ഈ ഒരു അവാർഡ് നേടാൻ കൂടുതൽ സാധ്യത എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നടിയുടെ പേരും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഒട്ടും സമയം വയ്ക്കാതെ ഞാൻ വീഡിയോയിലേക്ക് എടുക്കുകയാണ്. ഇതൊരു കൗണ്ട് ഡൗൺ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി കൗണ്ട് ഡൗൺ. നമ്പർ 5, കല്യാണി പ്രിയദർശൻ. ദുൽഖർ സൽമാൻ്റെ നായികയായി വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് കല്യാണി പ്രിയദർശൻ. തൻ്റെ കരിയർ തുടങ്ങി 7 വർഷമായപ്പോഴേക്കും നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായി അഭിനയിക്കാനായി എന്നല്ലാതെ തൻ്റെ അഭിനയപാടവം പ്രകടമാക്കാൻ പറ്റുന്ന കാര്യമായ റോളുകളൊന്നും കല്യാണിക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ 2023 റിലീസായ ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന സിനിമയിലെ ടൈറ്റിൽ റോൾ കല്യാണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചാലഞ്ചിങ് ആയിരുന്നു. ഫുട്ബോൾ കമൻട്രി പറയുന്ന മലപ്പുറത്തുകാരി മുസ്ലിം യുവതിയായി ഗംഭീര പ്രകടനമാണ് സംവിധായകൻ പ്രിയദർശൻ്റെ മകൾ കൂടിയായ കല്യാണി കാഴ്ചവെച്ചത്. നമ്പർ 4, മഹിമ നമ്പ്യാർ. കഴിഞ്ഞ ഓണത്തിന് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസായി 100 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ആർഡിക്സ് എന്ന സിനിമയിൽ നായികയായെത്തിയത് കാസർഗോഡുകാരിയായ മഹിമ നമ്പ്യാരാണ്. കാര്യസ്ഥൻ എന്ന ദിലീപ് ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച മഹിമക്ക് തൻ്റെ കരിയർ തുടങ്ങി 14 വർഷത്തിനിടയിൽ തമിഴിലും മലയാളത്തിലും ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്യാനായി. എന്നാൽ ആർഡിക്സ് എന്ന സിനിമയിൽ ഷെയ്ൻ നിഗത്തിൻ്റെ നായികയായി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ് മഹിമക്ക് ലഭിച്ചത്. ആ കഥാപാത്രത്തെ വളരെ സൂക്ഷ്മമായും വിദഗ്ധമായും അവതരിപ്പിക്കാൻ ഈ യുവനടിക്ക് സാധിച്ചു. ആർഡിക്സിലെ മിനിയായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച മഹിമ നമ്പ്യാർക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചാൽ അതിശയോക്തി ഉണ്ടാവില്ല. നമ്പർ 3, ശിവദ.
2009 റിലീസായ കേരള കഫേയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ശിവദ തൻ്റെ കരിയറിൻ്റെ 15 വർഷങ്ങൾക്കിടയിൽ ചെറുതും വലുതുമായ നിരവധി സിനിമകൾ മലയാളത്തിലും തമിഴിലുമായി ചെയ്തു. 2017 അതേ കാൺകൾ എന്ന തമിഴ് ചിത്രത്തിന് മികച്ച വില്ലത്തിക്കുള്ള സൈമ അവാർഡ് നേടിയ ഇവർ ജയസൂര്യയുടെയും ഉണ്ണി മുകുന്ദൻ്റെയും കുഞ്ചാക്കോ ബോബൻ്റെയും ഒക്കെ നായികയായി അഭിനയിച്ചു. 2023 റിലീസായ ജവാനും മുല്ലപ്പൂവും അവർക്ക് ശക്തമായൊരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം നൽകി. ഈ സിനിമയിലെ ജയശ്രീ ടീച്ചറായി പ്രേക്ഷക മനസ്സിൽ കുടിയേറിയ ശിവദയുടെ പ്രകടനം ഏറെ പ്രശംസനീയമാണ്. മികച്ച നടിക്കുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ ഈ സിനിമയിലെ പ്രകടനത്തിന് ശിവദയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കൂടി ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട്. നമ്പർ 2, അനശ്വര രാജൻ. മഞ്ജു വാര്യരുടെ മകളായി ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച അനശ്വര രാജൻ തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ നായികയായി. പിന്നീട് ഹിന്ദി ഉൾപ്പെടെ നിരവധി മലയാളം, തമിഴ് സിനിമകളിൽ അഭിനയിച്ച അനശ്വര രാജന് തൻ്റെ കരിയറിൽ ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു നേര് എന്ന സിനിമയിലെ സാറ മുഹമ്മദ്. ലൈംഗിക പീഡനത്തിനിരയാകുന്ന അന്ധയായ പെൺകുട്ടിയുടെ ആത്മനൊമ്പരവും മാനസിക സംഘർഷങ്ങളും അതിജീവനത്തിൻ്റെ കരുത്തുമെല്ലാം വളരെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ അനശ്വര രാജന് സാധിച്ചു. മോഹൻലാലിനോടും സിദ്ദീഖുമായുമൊക്കെ മത്സരിച്ചഭിനയിച്ച് മലയാളികളെ അത്ഭുതപ്പെടുത്തിയ നേരിലെ അനശ്വരയുടെ പ്രകടനത്തിന് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട്. നമ്പർ 1, ജ്യോതിക. തമിഴ് സിനിമയിലെ ഒരു കാലത്തെ ഗ്ലാമർ നായികയായി തിളങ്ങിയ ഈ സൂപ്പർ താര പത്നി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില നല്ല സിനിമകൾ നിർമ്മിക്കുകയും അവയിൽ ചില നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്ത് തെന്നിന്ത്യൻ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി എന്ന മഹാനടൻ വളരെ ചാലഞ്ചിങ് ആയ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച കാതൽ ദി കോർ എന്ന സിനിമയിൽ തുല്യ പ്രാധാന്യമുള്ള ഓമന എന്ന ശക്തമായ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ജ്യോതിക തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഓമനയുടെ നൊമ്പരവും സഹനവും ആത്മസംഘർഷങ്ങളുമെല്ലാം ഒട്ടും അതിഭാവത്വമില്ലാതെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ ജ്യോതികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ മികവാർന്ന അഭിനയത്തിന് ജ്യോതിക 2023 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടാൻ വളരെ കൂടുതൽ സാധ്യത കാണുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് കഴിഞ്ഞ വർഷം റിലീസായ സിനിമകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള നടിമാർ. ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും നടിയുണ്ടെങ്കിൽ ആ നടിയുടെ പേര് നിങ്ങൾക്കിവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ ലിസ്റ്റിലുള്ളവരിൽ ആർക്കായിരിക്കും ഏറ്റവും മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടാൻ സാധിക്കുക എന്ന് നിങ്ങൾ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നടിയുടെ പേര് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈ സൈനിങ് ഓഫ്.